സ്വാഗതം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനിയിൽ കോടതിയിൽ ഹാജരായി. അതേസമയം മുൻ DGP ശ്രീലേഖ IPSനെതിരെ അതിജീവിത പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതി ദിലീപിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് യൂട്യൂബ് ചാനലായ സസ്നേഹം ശ്രീലേഖയിലൂടെ പറയുന്നതെന്ന് പരാതിയിൽ പറയുന്നു. വിചാരണ കോടതിയിലാണ് അതിജീവിത ഹർജി നൽകിയത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ മുൻ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ ഈ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ, അതായത് ഇന്ന് കോടതിയിൽ അന്തിമവാദം തുടങ്ങിയ പശ്ചാത്തലത്തിൽ നടി ഈ അതിജീവിത ശ്രീലേഖയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു, പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നടി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, ഈ കേസ് വിചാരണ കോടതിയിലിരിക്കെ കോടതി അലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് നടി ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ സമയത്ത്, അതായത് ഈ കേസ് നടക്കുന്ന സമയത്തും ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്തും പൾസർ സുനിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്തും ജയിൽ DGP ആയിരുന്നു ശ്രീലേഖ. അതേസമയം അന്വേഷണ സംഘവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അന്വേഷണ സംഘ തലവയായിരുന്നില്ല, അതല്ലെങ്കിൽ അന്വേഷണ സംഘാംഗമായിരുന്നില്ല. എന്നിട്ട് പോലും ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് ശ്രീലേഖ തൻ്റെ സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കോടതി അലക്ഷ്യമാണ് എന്ന് തന്നെ കാണിച്ചു കൊണ്ട് തന്നെയാണ് ഹർജിക്കാരി, അതായത് അതിജീവിത ഇതിനെതിരെ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അന്തിമവാദം തുടങ്ങാനിരിക്കുന്ന ഈ ദിവസം ഈ വിഷയം ചർച്ചയാവുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധേയമായ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം പൾസർ സുനിയെ പറ്റി പറയുമ്പോൾ, പൾസർ സുനി കേസിലെ ഒന്നാം പ്രതിയാണ്. പൾസർ സുനി ഇപ്പോൾ അന്തിമവാദം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പൾസർ സുനി വിചാരണ കോടതിയിൽ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. പൾസർ സുനിയെ ചുറ്റിപ്പറ്റിയാണ് ശ്രീലേഖ തന്റെ ഈ പ്രധാനപ്പെട്ട, അതായത് ദിലീപ് കേസിൽ കുറ്റക്കാരനല്ല എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള കോണ്ടന്റുകൾ നിരത്തുന്നത് അങ്ങനെയാണ്. കാരണം പൾസർ സുനി സ്ഥിരമായി സിനിമാ രംഗത്തെ സ്ഥിരം ഡ്രൈവറാണ്. സ്ഥിരമായി ഇത്തരത്തിൽ നടിമാരെ ആക്രമിക്കുകയും അല്ലെങ്കിൽ നടിമാരോട് മോശമായി പെരുമാറുകയും ചെയ്തിരുന്ന ഒരാളാണ്. ഇത് ഈ കേസിലെ അതിജീവിതയുടെ മാത്രം അനുഭവമായിരുന്നില്ല എന്നായിരുന്നു മുൻ ജയിൽ DGP വ്യക്തമാക്കിയിരുന്നത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിക്കെതിരെ നിരവധി നടിമാരാണ്, അതായത് ഈ അതിജീവിതയുടെ പ്രശ്നമുണ്ടായപ്പോൾ, നടിയെ ആക്രമിച്ച കേസുണ്ടായപ്പോൾ നിരവധി പേരാണ് തന്നോട് ഇത്തരത്തിൽ പൾസർ സുനി തങ്ങളോട് മോശമായി പെരുമാറി, അതല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീയോട് പെരുമാറുന്ന തരത്തിലല്ലാത്ത തരത്തിൽ മോശമായി പെരുമാറി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു സാധ്യതയുള്ളത് അധികാരം കയ്യിലുണ്ടായിരുന്ന ആളാണ്. അതല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ കുറ്റം കേട്ടാൽ, അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടാൽ, അല്ലെ ക്രിമിനൽ കുറ്റം എന്ന് മാത്രമല്ല കുറ്റമാണ് ചെയ്തതെന്ന് അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ആരോപിക്കുകയാണെങ്കിൽ അതിൽ അന്വേഷണം നടത്താനും സ്വയം കേസെടുക്കാനും അധികാരമുള്ള ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി വന്നിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രം ഇത് 118-ാം വകുപ്പിന്റെ ലംഘനമാണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ശ്രീലേഖയ്ക്ക് പൾസർ സുനിക്കെതിരെ അന്ന് ഇത്തരത്തിൽ നടിമാർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നേരിട്ട സ്ത്രീകൾ വന്നപ്പോൾ അവർ അത് പറയാതെ ദിലീപ് കേസിൽ പ്രതിയായപ്പോൾ ദിലീപിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങളുണ്ടായി. മാത്രമല്ല, പൾസർ സുനിയെ മാത്രമാണ് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തതും കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ പൾസർ സുനി പറയുമായിരുന്നു എന്നും, അതായത് ചോദ്യം ചെയ്യലിന്റെ മോഡ് ഓഫ് ക്വസ്റ്റനിങ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥയല്ല, അന്വേഷണ സംഘാംഗമായിരുന്നില്ല, അന്വേഷണ സംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ആളായിരുന്നില്ല. ആ സമയത്ത് ജയിൽ മേധാവി മാത്രമായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു ഹർജിയിൽ പ്രധാനമായും അതിജീവിത ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ അന്വേഷണ സംഘത്തിലില്ല, അന്വേഷണത്തിന്റെ ചുമതല ഒന്നുമില്ലായിരുന്ന ശ്രീലേഖ IPS എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഈ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയത്? അവിടെ ദിലീപിനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നോ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയത്? അക്കാര്യങ്ങളിലല്ലേ ആജ്ഞ ഈ അതിജീവിത ഹർജിയിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതും?
തീർച്ചയായിട്ടും ടോം, കാരണം ഇവർ ഇത്തരത്തിൽ പറയുമ്പോൾ അത് മാത്രമല്ല, അതിജീവിത കഴിഞ്ഞ ദിവസം നമുക്കറിയാം മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായ കേസുമായി ബന്ധപ്പെട്ട് 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും അതിന്റെ പിന്നിൽ കോടതിയിൽ ഉള്ളവർ തന്നെയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമീപിച്ച ശേഷമാണ് അതിജീവിത കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രസിഡന്റിനെ രാഷ്ട്രപതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അത്തരത്തിൽ ഇതിന്റെ ഏതറ്റം വരെയും തനിക്ക് നീതി കിട്ടാൻ പോകുമെന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോടാണ് ഇത്തരത്തിലുള്ള ഫൈറ്റുകൾ നടത്തുന്നതെന്നുള്ള കാര്യം ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ദിലീപിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെ അതിജീവിത തെളിവ് സഹിതം കോടതിയിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല, പൾസർ സുനി 50 ലക്ഷത്തിന്റെ കൊട്ടേഷൻ എന്നാണ് അന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം നടത്താൻ വേണ്ടി കൊട്ടേഷൻ നൽകുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു 2017 ഫെബ്രുവരി 17 കേരളം ഉണരുന്നത്. അന്ന് വരെ കേട്ടിട്ടില്ലാത്ത കേസുകൾ, അന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതികൾ ഒക്കെ നമ്മൾ ഇതിലൂടെ കണ്ടു. അതിനുശേഷം അന്ന് വൈകുന്നേരം ഇവർക്ക് അനുഭാവപൂർവ്വം സംഘടിപ്പിച്ച യോഗത്തിൽ പോലും ദിലീപ് വന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, ദിലീപ് പരാമർശിച്ചത് ഇങ്ങനെയാണ്. എൻ്റെ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചാണ്, എൻ്റെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളെ തനിച്ചിരുത്തുന്നതിനെ പറ്റിയാണ്, ആ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് വളരെ വികാരാധീനനായി സംസാരിച്ച സംഭവം ഓർക്കുന്നു. അതിനുശേഷമാണ് വളരെ നാടകീയമായി 3ാമത്തെ ചോദ്യം ചെയ്യലാണ് കേസിലെ 8ാം പ്രതിയായി ദിലീപിനെ കണ്ടെത്തിയ കേസിൽ 9 പ്രതികളാണുള്ളത്. അതിനുശേഷം 1ാം പ്രതി പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ കേസിൽ 9 പ്രതികളുണ്ട്. ദിലീപ് 8ാം പ്രതിയാണ്. ഇന്ന് 1ാം പ്രതി കോടതിയിൽ ഈ അന്തിമവാദം നടക്കുന്ന ദിവസം 1ാം പ്രതി പൾസർ സുനി കോടതിയിൽ ഹാജരായിരുന്നു. ആദ്യഘട്ടത്തിൽ ആരുടെയൊക്കെ വിസ്താരമാണ് നടക്കുന്നത്? പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണല്ലോ നടപടികൾ ഉണ്ടാവുക. ഇത് ഈ വിചാരണ നടപടികൾ പൂർത്തിയാക്കി എന്നത്തേക്ക് വിധി പറയാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്? പ്രോസിക്യൂഷൻ കേസിൽ അന്തിമവാദം തുടങ്ങിക്കഴിഞ്ഞു. 1ാം പ്രതി പൾസർ സുനി കോടതിയിൽ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച സമയമാണ് വാദം പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പക്ഷേ പ്രോസിക്യൂഷൻ സമയം നീട്ടി ചോദിച്ചേക്കാനുള്ള സാധ്യതയും ഇതിനകത്ത് തള്ളിക്കളയുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ അതിനുശേഷമായിരിക്കും, അതായത് പ്രോസിക്യൂഷന്റെ വാദം കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും പ്രതിഭാഗത്തിന്റെ വാദം കൂടി തുടങ്ങുക. എന്തായാലും ജനുവരി ഒരു സെക്കൻഡ് ഹാഫോടെ, 2ാമത്തെ ആഴ്ചയോടുകൂടി 2025 ജനുവരി പകുതിയോടുകൂടി കേസിൽ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇന്ന് ഈ 6 വർഷമായി ഈ കേസിന്റെ വിചാരണ തുടങ്ങിയിട്ട് 2018 മാർച്ച് 8-നാണ് കേസിൽ വിചാരണ തുടങ്ങുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെ ഈ കേസിൽ അനിശ്ചിതമായി ഈ കേസിന്റെ വിചാരണ നീങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ട കേസുമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, ഈ 1ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം കിട്ടാനും അദ്ദേഹം ജയിലിലായി 7 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം കൂടി. ഇപ്പോൾ പൾസർ സുനി ജാമ്യത്തിലാണ്, 1ാം പ്രതിയാണ് കേസിലെ. സ്വാഭാവികമായിട്ടും അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ പൾസർ സുനി ഇന്ന് അന്തിമവാദത്തിനായി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ടോം, പൾസർ സുനി ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. നമുക്ക് അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നടപടികൾ ഉണ്ടായില്ല, തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഈ കേസിലെ. ഇത് ഏതെങ്കിലും രീതിയിൽ വിചാരണ നടപടികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് രാഷ്ട്രപതിയുടെ പക്കലൊക്കെ ഇത്തരം ഒരു അപേക്ഷയും പരാതിയും ഒക്കെ എത്തിയ സാഹചര്യത്തിൽ ഇനി ഇത് കേസിന്റെ വിചാരണയോ മറ്റോ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വാദം നടക്കുന്നത്. മാത്രമല്ല, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെയാണ് ഇതിന്റെ വിചാരണ കോടതിയിൽ വെച്ചിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അങ്കമാലി മജിസ്ട്രേറ്റ്
ലീന റഷീദ് ഈ ഇതിലെ പ്രധാന തെളിവായിരുന്ന മെമ്മറി കാർഡ് ആദ്യമായി ടാമ്പർ ചെയ്യുന്നതും അതിന്റെ ഹാഷ് വാല്യൂ മാറിയതും ആ ഒരു സാഹചര്യത്തിലാണ്. പിന്നീട് ശിരസ്തദാർ താജുദ്ദീന്റെ വിവോ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത്. മറ്റൊന്ന് ഈ കോടതി ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനൻ, ഈ 3 പേര് പല സമയങ്ങളിലായി മെമ്മറി കാർഡ് പരിശോധിച്ചിരുന്നു. ഈ പരിശോധന ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. നടിയുടെ പരാതിയിന്മേലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതേസമയം ഈ മൂന്ന് സംഭവങ്ങൾ കൃത്യമായും ഏതൊക്കെ സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് വരെ കണ്ടെത്തിയിരുന്നു. പക്ഷെ അതിന്റെ മേൽ നടപടി ഉണ്ടായില്ല. കോടതി അധികൃതർ, അതായത് ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് കരുതുന്ന കോടതിയിൽ കൊടുത്ത തെളിവ്, ആ മെമ്മറി കാർഡാണ് ടാമ്പർ ചെയ്യപ്പെട്ടതും അതിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി കണ്ടെത്തിയത്. അത് അങ്കമാലി മജിസ്ട്രേറ്റ് മുതൽ ഈ കോടതി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് പരിശോധിച്ച സാഹചര്യം കൂടി വ്യക്തമാക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അതിനെതിരെ അവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിലീപിന്റെ സുഹൃത്തുക്കൾ, അഭിഭാഷകർ, ഈ കോടതി ജഡ്ജ്, അതായത് ജസ്റ്റിസ് ഹണിയം വർഗീസ്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹണിയം വർഗീസ് ഉൾപ്പെടെയുള്ളവർ സംശയത്തിന്റെ നിഴലിലായിരുന്നു. വിചാരണ കോടതി മാറ്റണം എന്ന് വരെയുള്ള ആവശ്യവുമായി അതിജീവിത കോടതിയിലെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഉപഹർജിയായി നൽകിയിരുന്നത് കൊണ്ട് മറ്റൊരു ഹർജിയായി ഫയൽ ചെയ്യാനായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. എന്തായാലും വിചാരണ നടപടികൾ ഇപ്പോൾ നടക്കുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. ഹണിയം വർഗീസിനെതിരെ നേരത്തെയും ഇത്തരം, അതായത് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് അതിജീവിതം നൽകിയിരിക്കുന്ന പരാതി ഹൈക്കോടതിക്കും സുപ്രീം കോടതിയിൽ നിന്നും നൽകിയ ശേഷവും അതിൽ നടപടി ഉണ്ടായിട്ടില്ല. അത് കോടതി ഉദ്യോഗസ്ഥർ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് അതിജീവിതയ്ക്കുള്ളത്. അതിൽ നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ ഈ കത്തുമായി അതിജീവിത സമീപിച്ചിരിക്കുന്നത്. അതായത് ജുഡീഷ്യറിക്ക് മേൽ ഭരണപരമായ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് അതിജീവിത ആ കത്തിലൂടെ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലാണ് വിചാരണ കോടതിയിൽ അന്തിമവാദം തുടങ്ങിയിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പീഡന പരാതി പച്ചക്കള്ളമാണോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കർണാടക ഹൈക്കോടതി രഞ്ജിത്തിനെതിരായ പീഡന പരാതി പച്ചക്കള്ളമാണെന്നൊരു പരാമർശം നടത്തിയത്. മാത്രമല്ല, രഞ്ജിത്തിനെതിരായ തുടർ നടപടികൾ, കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേയും നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ, ഈ കോടതിയുടെ ഈ പരാമർശത്തിനെതിരെ പരാതിക്കാരൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതിയും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിനെതിരെയാണ് പരാതിക്കാരൻ രംഗത്തെത്തിയിരിക്കുന്നത്. കർണാടക പോലീസ് തെളിവെടുപ്പ് നടത്തിയ ഹോട്ടലല്ല കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കർണാടക പോലീസിനെ രഞ്ജിത്ത് സ്വാധീനിച്ചിട്ടുണ്ടാകാം. കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കുന്നു. താജ് ഹോട്ടൽ അത് 2016 ഉദ്ഘാടനം കഴിഞ്ഞത്. അത് എയർപോർട്ടിന് അടുത്തുള്ള. പക്ഷെ ആ ഹോട്ടലിലല്ല ഞങ്ങൾ പോയതും. എന്നെ സംവിധായകൻ രഞ്ജിത്ത് എന്നെ കൊണ്ടുപോയത് അത് ഹോട്ടലിലല്ല. എന്നെ ഇവർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കൊണ്ടുപോയ ഹോട്ടലും ഇവരിപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്ന ഹോട്ടലും രണ്ടാണ്. രഞ്ജിത്ത് എൻട്രൻസ് വഴിയല്ല ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഞാൻ കയറിയത് പുറത്തുള്ള, അഥവാ ബാക്കിലൂടെയുള്ള സ്റ്റെയർ കേസാണ്. ആ വഴി പോലും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. അത് ബാംഗ്ലൂർ പോലീസ് അത് ഫോട്ടോ വരെ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ് എല്ലാം എടുത്ത് ഈ ഹോട്ടലാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞ് എന്നോട് ഫൈനലി അവിടുത്തെ SI പറഞ്ഞത് നമ്മൾക്ക് ഓൾറെഡി സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ രഞ്ജിത്തിനെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. പുറത്ത് വന്നത് എയർപോർട്ടിനടുത്തുള്ള താജാണ്. അവിടെ നമ്മൾ പോയിട്ട് പോലുമില്ല. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം. അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതി അത് പച്ചക്കള്ളമെന്ന പരാമർശം കോടതി നടത്തുകയുമുണ്ടായ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇതിനെതിരെ ഈ പരാതിക്കാരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പോലീസ് രഞ്ജിത്തിന് വേണ്ടി ഈ കേസിൽ ഒത്തുകളി നടത്തി എന്നാണോ പരാതിക്കാരന്റെ ആരോപണം? ടോം, അങ്ങേയറ്റം ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് ഈ കർണാടക ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. താൽക്കാലികമായി
ഈ നിയമ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വ്യക്തമായ ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ കേസിനെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഒന്ന്, 2012 ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ താജ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ രഞ്ജിത്ത് സംവിധായകൻ ഈ യുവാവിനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു പരാതി. എന്നാൽ വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് 2016 ആണ് എന്നും ഇക്കാര്യം എല്ലാവർക്കും ലഭ്യമായ വിവരമാണ് എന്നുമാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ താജ് ഹോട്ടലിൽ നടന്നതായി പറയപ്പെടുന്ന സംഭവവാസങ്ങൾ പച്ചക്കള്ളമാണ്. മാത്രമല്ല 2012 നടന്ന സംഭവത്തിന് 2024 മാത്രമാണ് പരാതി നൽകിയത്. എന്തുകൊണ്ട് ഇത്രയും കാലതാമസം ഈ പരാതി നൽകുന്നതിൽ ഉണ്ടായി എന്ന ചോദ്യത്തിന് പരാതിക്കാരന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്നുമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് ഇതെന്ന് വിശ്വസിക്കുന്നതായി കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് കോടതിയിൽ ഈ ഹർജി തള്ളണമെന്ന ആവശ്യമാണ്, അല്ലെങ്കിൽ തനിക്കെതിരായ കേസിൽ വിടുതൽ നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ കേസിലെ അന്തിമ തീർപ്പ് വരുന്നതുവരെ ഈ കേസിലെ തുടർ നടപടികൾ ഈ കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ 2025 ജനുവരി 17 ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കോടതിയുടെ നിരീക്ഷണങ്ങളോട് ആണ് പരാതിക്കാരൻ ഇന്ന് പ്രതികരിച്ചത്. കർണാടക പോലീസ് തെളിവെടുപ്പ് നടത്തിയ ഹോട്ടലല്ല കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വിമാനത്താവളത്തിന് അടുത്തുള്ള ഹോട്ടലിലല്ല തന്നെയുമായി കർണാടക പോലീസ് തെളിവെടുപ്പ് നടത്തിയത്, മറ്റൊരു ഹോട്ടലാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പച്ചക്കള്ളമാണ് താൻ പറഞ്ഞത് എന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ വിമാനത്താവളത്തിനടുത്തുള്ള താജിലേക്കല്ല, താജ് ഗേറ്റ്വേ എന്ന ഹോട്ടലിലേക്കാണ് തന്നെയും കൂട്ടി രഞ്ജിത്ത് പോയത്. അതിൽ പിൻവശത്തുള്ള ഇടനാഴിയിൽ കൂടെ സ്റ്റെയർ കേസിൽ കൂടെയാണ് അകത്തേക്ക് കയറി പോയത് എന്ന് താൻ നേരത്തെ മൊഴി നൽകിയിരുന്നു, മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നു. ഇക്കാര്യമാണ് കർണാടക പോലീസിനും നൽകിയത്. ഇതനുസരിച്ചുള്ള തെളിവെടുപ്പ് കർണാടക പോലീസുമായി അവിടെ നടത്തുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഈ താൻ ചൂണ്ടിക്കാണിച്ച അതേ ഹോട്ടലിൽ പോയി താൻ കാണിച്ച പാതയിലൂടെയൊക്കെ പോയി തെളിവെടുപ്പ് നടത്തിയിട്ടും കോടതിയിൽ എത്തിയപ്പോൾ മറ്റൊരു ഹോട്ടലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് കർണാടക പോലീസ് നൽകിയതെന്നും ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ട് കർണാടക പോലീസിനെ രഞ്ജിത്ത് സ്വാധീനിച്ചിരിക്കാം എന്ന സംശയമാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി കോടതിയെ തന്നെ സമീപിക്കുമെന്നും പറയുന്നു. പ്രോസിക്യൂഷൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് തന്നോട് യാതൊരു വിധത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല. താൻ 3 ദിവസമാണ് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾക്കായി കർണാടകത്തിൽ പോയി ബംഗളൂരു സിറ്റിയിൽ പോയി താമസിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴൊന്നും പ്രോസിക്യൂഷൻ തന്നെയുമായി യാതൊരു ആശയവിനിമയം നടത്തിയില്ല. കോടതിയിൽ ഇത്തരം തെറ്റായ ഒരു ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞ് തനിക്ക് വിമർശനങ്ങൾ വാങ്ങേണ്ടി വന്നപ്പോഴും ഇക്കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ സത്യാവസ്ഥ ബോധിപ്പിക്കാനായി താൻ പ്രോസിക്യൂഷനെ ബന്ധപ്പെട്ടെങ്കിലും അവരിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവർ തൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് പോലും തയ്യാറായില്ല. ഇപ്പോൾ തൻ്റെ കോൾ പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും ഇദ്ദേഹം കുറ്റപ്പെടുന്നു. എന്തായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉടൻ തന്നെ കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായുമ്പോൾ കോടതി നടപടികൾ തുടർച്ചയായി ബന്ധപ്പെടുമ്പോൾ ചില പൊരുത്തക്കേടുകൾ ഈ പരാതിക്കാരൻ്റെ മൊഴിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ ഹോട്ടലിലേക്ക് പോയ രീതി, ഹോട്ടൽ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ, അതിനു മുമ്പായി രഞ്ജിത്ത് തനിക്ക് പണം നൽകി എന്ന് പറയുന്നു, മറ്റൊരു സുഹൃത്തിന് ഇത്തരം ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതേത് മുഖേനയാണ്, അന്ന് വാട്സാപ്പ് സജീവമല്ല എന്ന് പരാതിക്കാരൻ തന്നെ പറയുന്നു. അപ്പോൾ ഏത് വിധേനയാണ് ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് എന്നതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇയാൾക്ക് കഴിയുന്നില്ല. ഒപ്പം ഇത്തരം സങ്കേതങ്ങൾ, ഈ ദൃശ്യങ്ങൾ അയക്കുന്നതിനും മറ്റും ഉള്ള സങ്കേതങ്ങളുള്ള ഫോണാണോ, ഏത് ഫോണാണ് ഉപയോഗിച്ചിരുന്നത് എന്നടക്കമുള്ള പല കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് കേസ് അങ്ങേയറ്റം ദുർബലമായ അവസ്ഥയിൽ തന്നെയാണ്. അതായത് ഈ പോലീസിന്റെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തിരിമറി നടത്തിയെന്നല്ലേ പരാതിക്കാരൻ പറയുന്നത്. ഈ എഫ്ഐആറിൽ നേരത്തെ രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ആ എഫ്ഐആറിൽ ഈ ഹോട്ടലിനെ കുറിച്ച് പരാമർശമുണ്ടോ? അവിടെയും ഈ താജ് ഹോട്ടലിനെ കുറിച്ചാണ് പറയുന്നത്. ഈ എഫ്ഐആറിലും പോലീസ് കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലും പരസ്പര വിരുദ്ധമായിട്ടാണോ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിമാനത്താവളത്തിനടുത്തുള്ള ഹോട്ടൽ എന്ന് തന്നെയാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് മറ്റൊരു ഹോട്ടലാണ് താൻ പറഞ്ഞിരുന്നത്, അവിടെ പോയി തെളിവെടുപ്പ് നടത്തി. പക്ഷേ തെളിവെടുപ്പ് നടത്തി തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൻ്റെ കാര്യമല്ല കോടതിയിൽ പറഞ്ഞതെന്നാണ്. പക്ഷേ ഈ നേരത്തെ ആദ്യം ഈ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോഴും ബംഗളൂരുവിലെ താജ് ഹോട്ടലിൽ എത്തിച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. പക്ഷേ ഇപ്പോൾ കർണാടക പോലീസിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നില്ലെങ്കിലും കേരള പോലീസ് ആദ്യം
ഈ കേസ് അന്വേഷിച്ചപ്പോൾ തന്നെ പ്രാഥമികമായി ഈ യുവാവ് നൽകുന്ന മൊഴിയിൽ പല പൊരുത്തക്കേടുകളുമുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. സമയപരിധി, അതായത് 2012 നടക്കുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട സമയപരിധികൾ പലതും മാറ്റമുണ്ട്. അതായത് രഞ്ജിത്ത് നാട്ടിലുണ്ടായിരുന്ന സമയവും ബംഗളൂരുവിലുണ്ടായ സമയവും ഇയാൾ നാട്ടിലുണ്ടായിരുന്ന സമയവും അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകൾ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായി. ഒപ്പം ദൃശ്യങ്ങളെടുത്ത് തൻ്റെ കാമുകിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. ആ കാമുകിക്ക് ഏത് വിധേനയാണ് അയച്ചു കൊടുത്തത് എന്നതിന് ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. ഏത് ഫോണാണ് കാലത്ത് ഉപയോഗിച്ചത് എന്നതിന് കൃത്യമായ ഉത്തരവില്ല. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ കേരള പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ കേസ് അന്വേഷിച്ചപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇത് ബംഗളൂരുവിൻ്റെ പരിധിയിലായതുകൊണ്ട് കർണാടക പോലീസിന് കേസ് കൈമാറുകയും കർണാടക പോലീസ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത് എന്തായാലും പോലീസിൻ്റെ നിലവിലെ കണ്ടെത്തലും ഈ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം തന്നെയാണ്. കൃത്യമായി പരാതിക്കാരന് ഈ ഹോട്ടൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ പരാമർശങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതിനെതിരെ കോടതിയെ സമീപിക്കും, തൻ്റെ നിജസ്ഥിതി താൻ കോടതിയെ അറിയിക്കും. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ FIR-ലും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പരാതിക്കാരന്റെ ആരോപണങ്ങളിൽ വസ്തുത ഉണ്ടാകാം. പോലീസ് ഏതെങ്കിലും രീതിയിൽ കർണാടക പോലീസ് രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? അതും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങി. വാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. 2017 ഫെബ്രുവരി 17 നടന്ന സംഭവത്തിൽ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. 1 മാസം കൊണ്ട് കേസിലെ വാദം പൂർത്തിയായേക്കും. മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയായ നടി. സ്വന്തം യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ദിലീപിനെതിരെ തെളിവില്ലെന്ന് പറഞ്ഞതിനെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകി. വഞ്ചിയൂരിൽ വഴിമുടക്കി CPM സമ്മേളനത്തിന് പന്തലിട്ട കേസിൽ ഏരിയ സെക്രട്ടറി 1ാം പ്രതി. പ്രതിപട്ടികയിൽ വഞ്ചിയൂർ ബാബു അടക്കം 31 പേർ. SHO ഹൈക്കോടതിയിൽ ഹാജരാകും. പോലീസ് എടുത്ത നടപടികൾ വിശദീകരിക്കും. വഞ്ചിയൂരിൽ ഗതാഗതം തടഞ്ഞ് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിനെ 1ാം പ്രതിയാക്കി FIR. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെ ഇന്നലെ രാത്രിയാണ് വഞ്ചിയൂർ പോലീസ് CPM നേതാക്കളെ പ്രതി ചേർത്തത്. വഞ്ചിയൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇന്ന് കോടതിയിൽ ഹാജരാകും. സംഭവത്തിൽ CPM നേതാക്കൾക്ക് പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, ഹൈക്കോടതി ഈ വിഷയത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ്. അതിനുശേഷം മാത്രമാണ് പോലീസ് CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായത്. നാളെ സ്റ്റേഷനിൽ ഈ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ CPM നേതാക്കളുടെ പ്രതികരണം എന്താണ്? CPM-ന്റെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വഞ്ചിയൂരിൽ കോടതിക്ക് സമീപമുള്ള വഞ്ചിയൂർ ജംഗ്ഷനിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും സ്റ്റേജ് കെട്ടി അടച്ചത്. അവിടെ നാടകം നടത്തി CPM-ന്റെ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടത്തി. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. അന്ന് രാവിലെ മുതൽ ആ ജംഗ്ഷൻ വളരെ പ്രത്യേകതയുള്ള ജംഗ്ഷനാണ്. കാരണം 3 സ്കൂളുകളിലേക്കുള്ള വഴിയാണ്. അവിടെ നിന്ന് കുറച്ചു മാറിയാൽ പാറ്റൂർ വഴി എയർപോർട്ടിലേക്കുള്ള റോഡിലേക്ക് ചെല്ലുന്ന സ്ഥലമാണ്. കിഴക്കേക്കോട്ടയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ്. അത്തരത്തിൽ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്ന് അതാണ് വഞ്ചിയൂർ കോടതിക്ക് സമീപം. അതൊരു പ്രവൃത്തി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുള്ള ദിവസമാണ്. പല ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ വന്നിട്ട് രാവിലെ പെട്ടെന്ന് വരുമ്പോൾ റോഡ് അടഞ്ഞു കിടക്കുന്നു. അവർ വഴിമാറി പോകേണ്ട സാഹചര്യമുണ്ടായി. സ്കൂളുകളിലേക്ക് പോകേണ്ട കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടി. വലിയ ഗതാഗതക്കുരുക്ക് പ്രദേശത്തുണ്ടായി. ഒരു ദിവസം മുഴുവൻ, ഒരു പകലും ഒരു രാത്രിയും മുഴുവനും ആ അവസ്ഥയിലായിരുന്നു ആ റോഡ് ഉണ്ടായിരുന്നത്. ഒരു വശത്തുകൂടി മാത്രം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ എല്ലാ തിരക്കും ആ ഭാഗത്തുണ്ടായി. അന്ന് CPM അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു. പോലീസ് സ്റ്റേഷന് മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനും നേരെ മുൻവശത്താണ്, എതിർവശത്താണ് ഈ സ്റ്റേജ് എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പോലീസ് ഒരു വശത്ത് കാവൽ നിന്ന് ഗതാഗതം തിരിച്ചുവിട്ടു. ഇതുവഴി യാത്ര അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അങ്ങനെ ഈ നിയമലംഘനത്തിന് കൂട്ടുനിന്നു. അന്ന് രാത്രി
ഈ വാർത്ത ആയി വിവാദമായ ശേഷമാണ് പോലീസ് അന്നൊരു FIR കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ FIR ഇടാൻ തയ്യാറായത്. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നലെ ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോഴാണ് കോടതി അതിരൂക്ഷമായ വിമർശനം പോലീസിനും അതുപോലെ തന്നെ CPMനുമെതിരെ ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി ഈ നേരത്തെ 500ഓളം പേർക്കെതിരെ ഇട്ട FIRൽ ആളുകളെ പ്രതി ചേർത്തത്. CPMന്റെ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ P. ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തത്. 31 പേരാണ് കേസിൽ പ്രതികൾ. അതിൽ CPMന്റെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എല്ലാമുണ്ട്. ഈ പന്തൽ കെട്ടിയ പന്തൽ നടത്തിപ്പുകാരുണ്ട്, ആ കമ്പനിയുണ്ട്, അവരെ ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് എല്ലാവരെയും പ്രതി ചേർത്തത്. ആ പ്രതി ചേർക്കാൻ കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. ഹൈക്കോടതി രൂക്ഷ വിമർശനം CPMനും പോലീസിനുമെതിരെ ഉന്നയിച്ചിരുന്നു. എന്ത് നടപടിയാണ് എടുത്തതെന്ന് നേരിട്ട് ഹാജരായി വിശദീകരിക്കാൻ വഞ്ചൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് സർക്കിൾ ഇൻസ്പെക്ടറോട് കോടതി നിർദ്ദേശിച്ചു. അതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇന്നലെ ഈ ഒരു കേസ് പ്രതികളെ ചേർത്ത് FIR ഇട്ട് പോലീസ് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചു. മുഖം രക്ഷിക്കുക മാത്രമല്ല, സ്വന്തം തടി രക്ഷിക്കുകയാണെന്ന് കൂടി പറയണം. കാരണം കോടതിയിൽ ഹാജരാകുമ്പോൾ അതിരൂക്ഷമായ വിമർശനം അവിടെ നിന്ന് വീണ്ടും ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്ത നടപടികൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പേരിന് ഒരു കേസെടുത്ത് പ്രതി ചേർത്ത് പോലീസ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് CPM നേതാക്കൾക്ക് നോട്ടീസ് അയച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് വഞ്ചൂർ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വലിയൊരു നിയമലംഘനം. ഈ പാതയോരങ്ങളിൽ സമ്മേളനങ്ങളും പൊതുയോഗങ്ങൾ നടത്താൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവുള്ളപ്പോഴാണ് ഈ രീതിയിലുള്ള നടപടി CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്, 31 പേരെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അരുൺ? തലസ്ഥാനത്ത് റോഡ് കയ്യേറിയുള്ള പൊതുയോഗങ്ങളും പൊതുപരിപാടികളും സമരങ്ങളുമൊന്നും പുതുമയല്ല. അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും രാജ്ഭവന്റെ മുന്നിലുമൊക്കെ ദിവസവും കാണുന്നതാണ്. ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത്തരത്തിലൊരു സമരം, ഇന്നലെ ആരംഭിച്ചൊരു സമരം, അത് പൂർണ്ണമായും ഒരു വശത്തേക്കുള്ള റോഡ് കെട്ടിയടയ്ക്കുകയല്ല. ജോയിന്റ് കൗൺസിൽ CPIയുടെ സർവീസ് സംഘടന ജോയിന്റ് കൗൺസിലാണ് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്. അത് ഒരു സ്റ്റാച്യുവിൽ നിന്ന് ഈസ്റ്റ് റോഡിലേക്കുള്ള MG റോഡിന്റെ ഒരു ഭാഗത്തെ കുറച്ച് ഭാഗം മാത്രം അവർ കെട്ടിയടച്ച് അവിടെ സ്റ്റേ നിർമ്മിച്ചിരിക്കുന്നു. അവിടെ ഗതാഗത തടസ്സമുണ്ട്, പൂർണ്ണമായും മുടങ്ങിയിട്ടില്ല. ഇന്ന് രാജ്ഭവനിലേക്ക് മുസ്ലിം സംഘടനയുടെ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നലെ KPMSന്റെ മാർച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്ഭവനിലും അത്തരത്തിൽ ഫുട്പാത്തും റോഡും കയ്യേറി തന്നെയാണ് സ്റ്റേ നിർമ്മിക്കുന്നത്. പക്ഷേ വഞ്ചൂരിൽ സംഭവിച്ചത് പൂർണ്ണമായും ഒരു വശത്തേക്കുള്ള റോഡ് കെട്ടിയടയ്ക്കുകയായിരുന്നു. അതാണ് ഇത്രയധികം വിവാദമായത്. കോടതിക്ക് തൊട്ട് മുൻവശമാണ്, പോലീസ് സ്റ്റേഷന് മുൻവശമാണ്. അവിടെയാണ് അത്രയധികം പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ ഇടയായത്. ഇന്ന് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും റോഡ് കയ്യേറിയതിനും പൊതുഗതാഗതം തടഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടിയതിനും ഒക്കെ കേസെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബെയിലബിൾ കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ നേരത്തേക്ക് ഒരു പെറ്റി കേസ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കോടതിയിൽ അത് വിചാരണ നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള കേസായി മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെടുന്നത് അത്തരം ഒരു കേസായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് വിചാരണ നേരിടേണ്ടി വരും. നാളെ ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടി വരും. തലസ്ഥാനത്ത് ഒരു സ്ഥിരം സംഭവമാണ്. ഇത്രയധികം പൂർണ്ണമായും കെട്ടിയടയ്ക്കുന്നത് വളരെ അപൂർവമാണെങ്കിൽ പോലും ഈ സ്റ്റേജ് പൊതുസമ്മേളനങ്ങൾക്ക്, പൊതുയോഗങ്ങൾക്ക്, പ്രതിഷേധ പരിപാടികൾക്ക് ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള രീതി തലസ്ഥാനത്ത് സ്ഥിരമുണ്ടാകുന്നതാണ്. ഇവിടെ കോടതിക്ക് മുമ്പിലാകുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടത്. അന്ന് ജഡ്ജിമാർക്കും മജിസ്ട്രേറ്റുമാർക്കും ഒക്കെ വഴി തിരിഞ്ഞു പോകേണ്ടി വന്നു. അവർക്ക് അവിടേക്ക് എത്താൻ കഴിയാതെ, സമയത്ത് കോടതിയിൽ എത്താൻ കഴിയാതെ വഴിമാറി പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. CPM ഇത് ആദ്യഘട്ടം വളരെ ലഘുവായ ഒരു വിഷയമായി, സാധാരണ ഒരു സംഭവമായി എടുത്തെങ്കിലും കോടതി ഇടപെടലോടുകൂടി കാര്യങ്ങൾ മാറുകയായിരുന്നു. പിന്നീട് മാപ്പ് പറയാൻ CPM തയ്യാറായി. മാപ്പ് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പോലീസിനും ആദ്യമൊക്കെ കേസെടുക്കാതെ മുന്നോട്ട് പോയി, പിന്നീട് വാർത്തയാകുമ്പോൾ ഒരു FIR ഇടുന്നു. അതിലും ആരെയും പ്രതികരണത്തിന് കണ്ടാൽ അറിയാവുന്നവർ എന്ന സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാകുമ്പോൾ കേസെടുക്കുന്നതിൽ മാത്രം ഒതുക്കി. പക്ഷേ ഇന്നലെ കോടതി വീണ്ടും ഈ വിഷയത്തിൽ കർശന നിലപാടെടുത്തോടുകൂടിയാണ് പോലീസിന് ഇത്തരത്തിൽ CPMന്റെ ഏരിയ സെക്രട്ടറിയെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളെ കൂട്ടുപ്രതികളാക്കിക്കൊണ്ട് ഒരു കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമായത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടുള്ള CPMന്റെ നടപടി അധികാരത്തിന്റെ ഹുങ്ക് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെ തെറ്റുപറ്റി ഇനി ഇതുപോലുള്ള നടപടികൾ ആവർത്തിക്കില്ല എന്ന് CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലീസും തയ്യാറായത്.
കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തത്. അപകടമുണ്ടാക്കിയത് ബെൻസ് കാറാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 999 ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് ആ സമയത്ത് റോഡിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ബെൻസ് ജി വാഗൺ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. ഷൂട്ട് ചെയ്ത ഫോൺ സഹിതം നമുക്ക് അന്വേഷണത്തിൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഫോണിൽ കൃത്യമായിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വണ്ടി നേരെ വരുന്നതും അയാൾ ഇടിക്കുന്നത് അടക്കമുള്ള ഭാഗങ്ങൾ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാബിത്തിന്റെയും റയീസിന്റെയും ലൈസൻസ് അടുത്ത ദിവസം തന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ യുവാവിനെ ഇടിച്ച ബെൻസ് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതിനിടെ ഡിഫൻഡർ കാറാണ് ഇടിച്ചതെന്ന്, അപകടം ഉണ്ടാക്കിയതെന്നും തുടക്കത്തിൽ ഈ വാഹനത്തിന്റെ ഉടമകൾ വ്യക്തമാക്കിയതാണ്. ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ഈ വാഹന ഉടമകൾ, ഈ വാഹനം ഓടിച്ച സാബിത്തിന്റെയും റയീസിന്റെയും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമോ? ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ സാബിത്തിനെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയിരിക്കുന്നത്. കൂട്ടുപ്രതിയായ അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന ഈ ഡിഫൻഡർ വാഹനം ഓടിച്ചിരുന്ന റയീസിനെതിരെ അലക്ഷ്യമായ വാഹനം ഓടിക്കൽ അടക്കമുള്ള ചില വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 പേർക്കും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ അവരെ ജാമ്യത്തിൽ വിട്ടയക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അലക്ഷ്യമായി വാഹനം ഓടിച്ചു എന്ന കുറ്റം 2 പേരും ചെയ്തു എന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഒപ്പം ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു എന്ന കുറ്റം ചുമത്തി മോട്ടോർ വാഹന വകുപ്പും കേസെടുക്കും. അലക്ഷ്യമായ ഡ്രൈവിങ്ങിന് ഈ സാബിത്തിനൊപ്പം ഉണ്ടായിരുന്ന റൈസിനെതിരെയും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 പേരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും നടപടികൾ എടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുകയാണ്. ഏതാണ്ട് 8 മാസം മുമ്പാണ് ഈ ബെൻസ് കാറ് തെലങ്കാനയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചത്. ഈ 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിൻ്റെ തെലങ്കാനയിലുള്ള ബ്രാഞ്ചിൻ്റെ വിലാസത്തിലാണ് ആദ്യം തെലങ്കാനയിൽ നിന്ന് ആ വാഹനം വാങ്ങിയത്. അതിനുശേഷമാണ് അത് കേരളത്തിലേക്ക് എത്തിച്ചത്. ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കുമ്പോൾ ആ രജിസ്ട്രേഷൻ നടപടികൾ വീണ്ടും ചെയ്യുമ്പോൾ തന്നെ ഇൻഷുറൻസ് റദ്ദാകും എന്നതാണ് വസ്തുത. അങ്ങനെയാണ് ഇൻഷുറൻസ് റദ്ദായത്. അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ അവർക്ക് ഉണ്ടാവുകയും ചെയ്തില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ആദ്യം ഈ ഡിഫൻഡർ കാറാണ് അപകടത്തിൽ പെട്ടതെന്നാണ് അവർ പറയുന്നത്. ഈ ഇൻഷുറൻസ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ടോമോ, ഈ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ മുഷാവറ യോഗം ദാരുണമായിട്ടുള്ള സംഭവമാണ് കോഴിക്കോട് ഉണ്ടായത്. ഇതുപോലെ ഈ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ പോലീസിന്റെ നേരത്തെ അനുമതി എടുത്തിരുന്നോ? നിയമവിരുദ്ധമായിട്ടാണോ ഈ രീതിയിലുള്ള ചിത്രീകരണം റോഡിൽ നടന്നത്? സമസ്ത പണ്ഡിത സഭയായ മുഷാവറ യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിൽ അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ 2ാമത് മുഷാവറ വിളിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അതിലേക്ക് എത്തിയ മുഴുവൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം അതന്നെ നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ പല പരാതികളും വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ട്. 2 ഭാഗത്തുനിന്നുള്ള അതന്നെ അതായിരിക്കും. നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏത് പരാതി എന്ന് ചോദിച്ചത് ആ പരാതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട പരാതി ഉണ്ടായിരുന്നത് അല്ല, അതിന് പല പരാതികളുണ്ട്. അത് ഞാൻ അടുത്ത് പറയണല്ലോ. അപ്പൊ അന്ന് പറയാം.
ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് വെച്ചിട്ട് നളന്തയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. എല്ലാം അതിൽ പെട്ട് എല്ലാത്തിനെ സംബന്ധിച്ചുമുള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അടുത്ത് അതിന് മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറയിൽ ചർച്ച ചെയ്യും. എല്ലാം പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളോട് മിനി ഇങ്ങനെ ചോദിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഇപ്പൊ പറഞ്ഞില്ലേ, അതിന് മറുപടി കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ അതിന് അടുത്ത് നമുക്ക് ഇത് ഉണ്ടാവും, 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അന്ന് അതിന് മറുപടി പ്രധാന തീരുമാനം 1991 സെപ്റ്റംബർ 18 രാജ്യത്തിൽ നിലനിന്ന ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം. അതിന് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതാണ് ഒന്ന്. പിന്നെ അതൊന്നും എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങളോട് ഇരിച്ചാലോ, നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ. അതൊക്കെ നീ പെട്ടതാണ്. അതൊക്കെ നമ്മൾ പിന്നെ പറയുന്നു പറഞ്ഞല്ലോ. സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങൾ അടക്കമുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കും. അടുത്ത 10 ദിവസം അത് ഒരു വട്ടം പറഞ്ഞില്ല നിങ്ങളോട്. പിന്നെ തീയതി തീരുമാനിച്ചിട്ടില്ല. അതൊന്ന് മലപ്പുറത്ത് പറഞ്ഞല്ലോ. അത് വീണ്ടും തുടരും. അത് നിർത്തി വെച്ചിട്ടില്ല എന്നല്ലേ, അത് പിന്നെ അടുത്ത് നടത്തുന്നല്ലേ പറഞ്ഞത്. അല്ല, അതൊക്കെ നമ്മൾ അതിന്റെ ഒരു നല്ല നിൽക്കാനെല്ലാം തീരുമാനിക്കുന്നു അന്ന് അവിടുന്ന് പറഞ്ഞല്ലോ ഞാൻ. പിന്നെന്താ ചോദിക്കണം. ഇല്ല, ഭിന്നത ഇല്ലാന്ന് ഞാൻ അന്നാളും പറഞ്ഞല്ലോ. ഒന്നും പറഞ്ഞല്ലോ ഭിന്നത ഇല്ലാന്ന്. പിന്നെന്താ ഇനിയും ഇത്തരം സമാന്തര യോഗങ്ങൾ ഇനിയും നടത്താൻ പറ്റുമോ? നല്ലൊരു തീരുമാനമല്ലോ. അല്ല, അതിനെ പറ്റിയുള്ള തീരുമാനമല്ലേ ഞങ്ങളോട് പറഞ്ഞത്. സമാന്തരോ അല്ല എന്തോ ആവട്ടെ, ആ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത 15 ദിവസത്തിന്റെ 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത് മുഷാവറയെന്ന് തീരുമാനിക്കുന്നു. ഇപ്പൊ ഒരു തീരുമാനം ഇതാണ്. 1998 ആരാധന നിയമ 91 ആരാധന നിയമങ്ങളോട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ, അത് നിലനിർത്തണം. അതാണ് ഒരു തീരുമാനം. വേറെ തീരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്ന് കൈത്താങ് പങ്കും ഫണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പിന്നെ CIC പ്രശ്നം. അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം. ഒന്ന്, അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസിയെ രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല. സമസ്തയിൽ ബന്ധപ്പെട്ട ആളുകൾ വീണ്ടും അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ ഇപ്പൊ തീരുമാനിച്ചതാണ്. മുനമ്പം വിഷയത്തിൽ അത് അതിന്റെ ആധാരങ്ങൾ അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അതിന്റെ ആധാരത്തിൽ ഇതൊരു മതപരമായ ഒരു വിധി ആയതുകൊണ്ട് അതിന് ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. മനസ്സിലായ? അത് ആ വഖഫ് സാധൂകരിക്കപ്പെടാൻ പറ്റണയും അല്ലാതെയാവുന്ന ചില കാര്യങ്ങൾ അതിന് വായിക്കാൻ കഴിഞ്ഞു. അപ്പം അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം പറയും. സമസ്തയ്ക്കിടയിലെത്തി ഈ തർക്കത്തിനിടെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന നേതാക്കളുടെ യോഗം ചേർന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് ഈ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ, വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ, മുനമ്പം വിഷയത്തിലെ തർക്കം, ലീഗുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, ഇതിലൊക്കെ ഒരു പരിഹാരം, ഒരു സമവായം ഉണ്ടായിട്ടുണ്ടോ ഈ യോഗത്തിലെ? പരാതികൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനായി ഒരു പ്രത്യേക മുഷാവറ യോഗം ഒരു ദിനം പൂർണ്ണമായും ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഗൗരവതരമായ കാര്യങ്ങൾ സമസ്തയ്ക്കുള്ളിലുണ്ട്, അല്ലെങ്കിൽ സമസ്തയിലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. അതിൽ കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നില്ല. അതായത് ഒരുപാട് വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തു. ആ വിഷയങ്ങൾ മുഴുവൻ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ ഈ സുപ്രഭാതവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ആ പരസ്യം പ്രസിദ്ധീകരിച്ചുമായി ബന്ധപ്പെട്ട വിവാദം അതടക്കമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് അത് പൂർണ്ണമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ നിലവിൽ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സമസ്തയ്ക്കുള്ളിൽ ഉയർന്നിരിക്കുന്ന പരാതികളെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടത്തും. ഒരു ദിവസമെടുത്ത് ഈ മുഷാവറ വീണ്ടും ചേരുകയും ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അത് ശക്തമായി ഈ നടപ്പിലാക്കണം, അതിൽ മാറ്റങ്ങൾ വരുത്തരുത് എന്ന ഒരു ആവശ്യവും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ സമസ്ത യോഗത്തിൻ്റെ തീരുമാനമായി മറ്റ് തീരുമാനങ്ങൾ വാർത്താക്കുറിപ്പായി തന്നെ എത്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സമസ്തയ്ക്കുള്ളിൽ ഭിന്നതയുണ്ട്, അല്ലെങ്കിൽ ലീഗ് അനുകൂലികളെന്നും പ്രതികൂലികളെന്നുമായി രണ്ട് ചേരിയായി നിൽക്കുന്നു എന്നത് ഏതാണ്ട് ഒരു സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഭിന്നത ഉണ്ട് എന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഭിന്നതയില്ല എന്നാണ് താൻ നേരത്തെ പറഞ്ഞിരുന്നത്. അക്കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നുവെന്നും പറയുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു പ്രത്യേക യോഗം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യമായ കുഴപ്പങ്ങൾ ഈ സംഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ കാര്യമായ ആലോചനകൾ ആ സംഘടനയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളെ ചൊല്ലി ഇന്ന് കാര്യമായ ചർച്ചകൾ നടന്നു എന്ന വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം വെളിവാകും കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കാസർകോട്ടെ പ്രവാസി വ്യവസായിയുടെ കൊലപാതക കേസാണ്. പ്രവാസി വ്യവസായിയെ കൊലപ്പെടുത്തിയ കേസിൽ മന്ത്രവാദിനിയും സംഘവും തട്ടിയെടുത്ത 37 പവൻ സ്വർണം കൂടി കണ്ടെടുത്തു. നഷ്ടമായ 596 പവനിൽ 92 പവൻ സ്വർണമാണ് ഇതുവരെ കണ്ടെടുത്തിരിക്കുന്നത്. കാസർഗോഡ് ടൗണിലെ ജ്വല്ലറിയിൽ പ്രതികളുമായി എത്തിയാണ് അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, 596 പവൻ സ്വർണം കവർച്ച ചെയ്യാൻ വേണ്ടി, തട്ടിയെടുക്കാൻ വേണ്ടി പ്രവാസി വ്യവസായിയെ കൊലപ്പെടുത്തുന്നു. അതിൽ 92 പവൻ സ്വർണം മാത്രമാണ് ഇതുവരെയും കണ്ടെടുത്താൻ കഴിഞ്ഞത്. ബാക്കി 504 പവൻ സ്വർണം എവിടെയാണ്? ഇപ്പോൾ ഈ പ്രതികളുമായിട്ട് തെളിവെടുപ്പിൽ, ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോമെ, ഇന്ന് 37 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ ഈ കസ്റ്റഡി കാലാവധി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചിരുന്നത്. അതിന് കാലാവധി കഴിഞ്ഞ് ഇപ്പോൾ ഈ പ്രതികളെ ഹോസ്ദുർഗ് കോടതിയിൽ തിരിച്ച് ഹാജരാക്കാൻ ഇപ്പോൾ ഈ സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ടോം ചോദിച്ചത് തന്നെയാണ്, മറ്റ് സ്വർണ്ണങ്ങൾ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സംഘത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് പ്രധാനമായി ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയാനുണ്ട്. അതോടൊപ്പം കൂടുതൽ പേർ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാനുണ്ട്. ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത ഈ സ്വർണത്തിലെ കൂടുതൽ ബാക്കി സ്വർണ്ണങ്ങൾ കണ്ടെത്താനുണ്ട്. ഏതായാലും നിലവിൽ 92 പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. 3 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു ആകെ ലഭിച്ചിരുന്നത്. അതായത് മന്ത്രവാദിനിയായ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീമ ഉൾപ്പെടെ, അവരുടെ ഭർത്താവ് ഉൾപ്പെടെ 4 പേരെയും ഇത്തരത്തിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴും 11 ദിവസമായിരുന്നു ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 3 ദിവസം മാത്രമായിരുന്നു അനുവദിച്ചിരുന്നത്. ഇനി കൂടുതൽ ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുന്നത്. എന്തായാലും ഇവരുടെ ഈ കേരളത്തിനും പുറമെ കർണാടകയിലും നിരവധി പേർ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്ന കാര്യത്തിലും പോലീസിന് സംശയമില്ല. പക്ഷേ ഇവരെ ഈ ചോദ്യം ചെയ്യലുമായി ഇത്തരത്തിൽ ഒരു സഹകരണവും ഇവർ പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേണ്ടിവരും, കൂടുതൽ സമയം കസ്റ്റഡിയിൽ വേണ്ടിവരും. അത് തന്നെയാണ് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏതായാലും ഈ 92 പവന് പുറമെ ചട്ടഞ്ചാലിനടുത്തുള്ള ഒരു സഹകരണ സംഘത്തിൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിട്ടുണ്ട്. ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ നടന്ന അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരുമൊക്കെ ഈ ജിന്നുമ്മയും സംഘവും ഈ സ്വർണം, തട്ടിയെടുത്ത സ്വർണം എവിടെയോ കുഴിച്ചിട്ടുണ്ടാകാം എന്ന രീതിയിലുള്ള ഒരു സംശയം പോലീസിനോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പലയിടത്തും കുഴിയെടുത്ത് പരിശോധനയൊക്കെ നടത്തിയതാണ്. അത്തരമൊരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ?
തീർച്ചയായും. പക്ഷെ അപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ടോം 2023 ഏപ്രിൽ 14 നടന്ന ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന് ചുരുളഴിയുന്നത് 1.5 വർഷത്തിന് ശേഷമാണ്. അത് ഇവരെ സംശയം ഉണ്ടായിരുന്നു, ഇവരെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴൊന്നും ഈ കുറ്റം സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രത്തോളം വലിയ ഒരു സമർത്ഥമായ രീതിയിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയതും പോലീസിൽ നിന്നും രക്ഷപ്പെട്ടതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്നും അത്ര പെട്ടെന്ന് ഈ സ്വർണം മുഴുവൻ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം. കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കി കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെയാണ് ഈ കൊലപാതകത്തിന്റെ പോലും ഈ കഥ പുറത്തു വരുന്നത്. എന്തായാലും അത്തരത്തിൽ തന്നെ ഈ ലോണുകളൊക്കെ ഈ സഹായികളുടെ ഉൾപ്പെടെ വാഹന വായ്പകളൊക്കെ ഒറ്റയടിക്ക് അടച്ചു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ആണ് ഈ ശാസ്ത്രീയമായ ഈ മൊബൈൽ ഫോൺ തെളിവുകളുടെ ഒപ്പം ഇത്തരം തെളിവുകൾ കൂടി ഹാജരാക്കിയതിനു ശേഷമാണ് ഈ കുറ്റം തന്നെ ഇവർ സമ്മതിക്കുന്നത്. ഏതായാലും ഈ 92 പവൻ വീണ്ടെടുത്തത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്. കാരണം ഈ കേസിൽ അത് ബലപ്പെടുകയും ചെയ്യും. കാരണം ഈ സ്വർണം ഇവർ എടുത്തു എന്നതിന് അതൊരു തെളിവ് കൂടിയായി മാറുന്നു. എന്തായാലും മറ്റ് കൂടുതൽ സ്വർണം പലരിൽ നിന്നായി ഇത്തരത്തിൽ ഗഫൂർ ഹാജി വാങ്ങിയ സ്വർണമാണിത്. 12ഓളം ബന്ധുക്കളിൽ നിന്ന് വാങ്ങിയ സ്വർണമാണ്. ഈ സ്വർണങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊപ്പുറമാണ് ഈ ഇത്തരത്തിൽ കൂടുതൽ പേര് ഈ സംഘത്തിലുണ്ടോ എന്ന കാര്യമൊക്കെ അറിയേണ്ടത്. ഏതായാലും ഇവരുടെ വീട്ടിൽ തന്നെ വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു. ഏതെങ്കിലും സ്ഥലത്ത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇവർ കുഴിച്ചിട്ട് ഉണ്ടാകാം എന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംശയമൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവർ കാഞ്ഞങ്ങാടും കാസർഗോഡ് ജില്ലയുടെ ആ പരിസരത്ത്, അതായത് അവിടെയുള്ള ജ്വല്ലറികളിലും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലും ഒക്കെയാണ് ഈ സ്വർണം വിൽക്കുകയും പണയം വെക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത്രയും സ്വർണം, കൂടുതൽ സ്വർണം ഇനിയും ലഭിക്കാനുണ്ട്. ആ സ്വർണം എവിടെയാണ് ഇവർ പിന്നെ വിൽപ്പന നടത്തിയത്, അതല്ലെങ്കിൽ പണയം വെച്ചിട്ടുള്ളത്, ഇതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ പ്രതികളെ ഓസ്തർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതിനായി അന്വേഷണ സംഘം ജിന്നുമ്മ എന്ന ഷമീം ഉൾപ്പെടെ ഈ 4 കൊലപാതക കേസിന് പിന്നാലെ ജിന്നുമ്മയുടെയും ഭർത്താവിന്റെയും ഈ കൂട്ടുപ്രതികളായിട്ടുള്ള 2 സ്ത്രീകളുടെയും മറ്റ് പല തട്ടിപ്പ് കഥകളും പുറത്തു വന്നിരുന്നല്ലോ. ആരെങ്കിലും ഇവർ പണം അല്ലെങ്കിൽ സാമ്പത്തികമായി കബളിപ്പിച്ച ആരെങ്കിലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? ഈ ഗഫൂർ ഹാജിയെ കൂടാതെ മറ്റ് കൂടുതൽ ആളുകളെ ജിന്നുമ്മ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നു എന്ന എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ബൈജു? തീർച്ചയായും അത്തരത്തിൽ നിരവധി പേരുണ്ട് ടോം. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിസമ്പന്നന്മാരെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ തട്ടിപ്പ് മുഴുവൻ നടന്നിട്ടുള്ളത്. പലരും നാണക്കേട് കൊണ്ട് ഈ വിവരം പുറത്തു പറയുന്നില്ല എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ നിധി, അതായത് വീടിന് സമീപം നിധിയുണ്ട്, ആ നിധി കണ്ടെത്തി തരാം, 40 ലക്ഷം 50 ലക്ഷം രൂപ വേണം, ഇത്തരത്തിൽ പറഞ്ഞാണ് ഈ തട്ടിപ്പെടുത്തിയത്. ഇത്തരം തട്ടിപ്പിനിരയായവർ പലപ്പോഴും നാണക്കേട് കൊണ്ട് ഇത് പുറത്തു പറയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു ഹണി ട്രാപ്പിൽ 2014 ഹണി ട്രാപ്പിലെ കേസിലെ പ്രതിയാണ് ഈ ഷമീമ എന്ന് പറയുന്ന ജിന്നുമ്മയും ഒപ്പം ഈ ഭർത്താവും. ഇത്തരത്തിൽ ആരെങ്കിലും ഈ കേസിൽ ഇവരുടെ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പരാതിക്കാരായി, രേഖാപ്രകാരം പരാതിക്കാരായി ആരും വന്നിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പരാതിയായി ആരും വന്നിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ മാന്ത്രിക, ഏലസ്, തകിട്, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ, ഇത്തരത്തിൽ തട്ടിപ്പ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഈ സംഘം സമ്പാദിച്ചിട്ടും ഉള്ളത്. അതെല്ലാം പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഇവർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ഒരു സഹകരണവും ഇവരുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നതിനാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്നത്. അതിനാണ് കൂടുതൽ സമയം ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് ഈ അന്വേഷണ സംഘം പറയുന്നതും. എന്തായാലും ഇന്ന് അപേക്ഷ നൽകുമെങ്കിൽ നാളെയോ മറ്റന്നാളോമായി വീണ്ടും ഈ സംഘത്തെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇന്ന് ആവശ്യപ്പെടും എന്നാണ് ഡിവൈഎസ്പി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ സംഘത്തെ ഓസ്തർഗ് കോടതിയിൽ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വീണ്ടും ഈ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി അന്വേഷണ സംഘം പോകുമ്പോഴും ഈ ശാസ്ത്രീയ തെളിവുകൾ തേടുന്നുണ്ട്. ഈ ഗഫൂർ ഹാജിയിൽ നിന്നും ഇത്തരത്തിൽ തട്ടിയെടുത്ത ഈ സ്വർണം അത് കണ്ടെത്താനുള്ള കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളെ കൃത്യമായി ഇരുത്തി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർ ഇതിലെ സത്യാവസ്ഥ പുറത്ത് പറയൂ എന്നൊരു
എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. എന്തായാലും കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരും എന്നതിനെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇതിൽ കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുന്നത്. നിലവിൽ 4 പേർ മാത്രമാണ് പ്രതികൾ. അതായത് ഈ ജിന്നുമ്മ എന്ന ഷമീമും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവും ഇവരുടെ 2 സഹായികളും 3 സ്ത്രീകളും ഒരു വിവരങ്ങൾ നൽകിയത്. കാസർകോട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത 596 പവൻ സ്വർണത്തിൽ 92 പവൻ സ്വർണം പോലീസ് ഇതുവരെയും കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 504 പവൻ സ്വർണം കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം തുടരുകയുമാണ്. ആലുവ അത്താണിയിൽ ഭിന്നശേഷിക്കാരനെതിരെ ക്രൂരത കാട്ടിയ ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ആലുവ അത്താണിയിൽ മീൻ കച്ചവടം നടത്തി വന്നിരുന്ന സുരേഷിന്റെ കട ഉടമ തല്ലി തകർത്തു. മദ്യലഹരിയിലായിരുന്നു അതിക്രമം. ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. സംഭവത്തിൽ ചെങ്ങമ്മനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരു 8:20 ആയി കാണും. അപ്പോൾ പോകാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് പുള്ളി മദ്യപിച്ചിട്ട് നല്ല മദ്യപാനം ഉണ്ടായി. എന്നിട്ട് ഒരു ബീർ കൈ പിടിച്ചുകൊണ്ട് വന്നിട്ട് വായിലേക്ക് ഒഴിച്ച് കുഴുക്ക് കുഞ്ഞിട്ട് ആദ്യം എൻ്റെ മുഖത്ത് തുപ്പി. പിന്നെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ ദേഹത്തും തുപ്പി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പുള്ളി ബീർ കുപ്പി എടുത്തിട്ട് എറിഞ്ഞ ആദ്യം. അപ്പോൾ ദേഹത്ത് എറിയാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ മാറിയപ്പോൾ കൈ കൊണ്ട് തെറിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇന്ന് ആരും ഇവിടെ കട നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം ത്രാസ് എടുത്ത് താഴേക്ക് ഇട്ട്, പിന്നെ തട്ട് മൊത്തം വലിച്ച് താഴേക്ക് ഇട്ട് ശരിക്കും തെറിയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് 2 പയ്യന്മാർ വന്നിട്ട് എന്നെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് അപ്പോഴത്തേക്ക് പുള്ളി അകത്ത് കയറി മൊത്തം വലിച്ച് വാരി താഴേക്ക് ഇട്ട് മൊത്തം നശിപ്പിച്ച് ഇതാക്കി കളയായത്. കാരണം ഞാൻ ഇത് വെച്ചിട്ടാണ് ഉപജീവനമാർഗം നടത്തണേ. ഭാര്യയ്ക്കാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ ഡയാലിസിസ് ചെയ്യണം. പിള്ളേരുടെ പഠിത്തം, വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നാളെ ഡയാലിസിസ് ഉണ്ട്, അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിള്ളേരുടെ പഠിത്തമുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ ഉപജീവനമാർഗം പുള്ളി ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതുമല്ലാതെ ഡെയിലി 350 രൂപയാണ് വാടക. കറക്റ്റായിട്ട് വാടക ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത്, പെൻഡിങ് ഒന്നുമില്ല. പുള്ളി മദ്യപാനം കൂടിയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തെറിയും കാര്യങ്ങളെ പറയാം, നമ്മൾ കാര്യമാക്കാറില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശരിക്കും ഇങ്ങനെ ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. മൊത്തം വലിച്ചു വാരി ഇടുകയും നല്ല തെറി പറയുകയും ആര് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും തെറി പറഞ്ഞു. അതിൽ പറ്റില്ലാതെന്ന് പറഞ്ഞാൽ ബീർ വായിൽ വെച്ചിട്ട് കുഴിഞ്ഞിട്ട് മുഖത്ത് നോക്കി. അതാണ് ഏറ്റവും വിഷമമായത്. നമുക്ക് ബാക്കി എന്ത് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരാളെ നല്ല ആരോഗ്യമുള്ള ഒരാളുടെ അകത്താണെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്യില്ല, അത് ഉറപ്പാണ്. അവർ തിരിച്ചതല്ല, നമുക്ക് ആരോഗ്യമില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് പുള്ളി അങ്ങനെയൊക്കെ ചെയ്തത്. അത് ഭയങ്കര വിഷമമായിരുന്നു. ചോദിക്കാൻ ചെന്നപ്പോൾ പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി എല്ലാം നശിപ്പിച്ചിട്ടിട്ട് അങ്ങനെ വീട്ടിൽ കയറി പോയി. പിന്നെ പോലീസുകാർ വന്ന് വിളിച്ചിട്ട് പുള്ളി ഇറങ്ങിയൊന്നും വന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇന്നലെ സ്റ്റേഷനിൽ ചെന്നിട്ട് പുള്ളി വന്നുമില്ല, ഒന്നും കാര്യമാക്കിയില്ല. ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഒരു ഭിന്നശേഷിക്കാരനായ മീൻ കച്ചവടക്കാരനോടാണ് ഈ കടയുടമ ഇത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറിയത്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണമായത് ആജ്ഞ? ഈ കടയുടമ ഏലിയാസ് മൽപ്പ, അയാൾ നിരന്തരമായി കള്ളു കുടിക്കുകയും ഈ മദ്യലഹരിയിൽ മിക്കവാറും എല്ലാ ദിവസവും ഈ സുരേഷ് എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനെ ആ കടയിലെത്തി ചീത്ത പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അത് ആ കടയുടമയാണ്. അതിൻ്റെ ഒരു അവകാശം വെച്ചിട്ടാണ് പുള്ളി ഇത്തരത്തിൽ അത് തെറിപ്പദങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ദേഹോപദ്രവം ഇത്ര കാലം ഏൽപ്പിച്ചില്ലാതിരുന്നുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായി ഈ ഇടുക്കി ശാന്തൻപാറ സ്വദേശിയാണ് ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം അവിടെ മീൻ കച്ചവടം നടത്തി വരുന്നുണ്ട്. ഈ 4 വർഷവും ഇദ്ദേഹം നിരന്തരം ഈ ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. 65% ശരീരത്തിന്റെ 65% തളർന്ന ആളുമാണ്. അത്ര ഒരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ആളാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ വൃക്കരോഗിയാണ്. ആഴ്ചയിൽ 2 ഡയാലിസിസോളം ആ ഒരു തരത്തിൽ ഈ 2 ഡയാലിസിസ് വീതം ആഴ്ചയിൽ ചെയ്തു വരുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പോൾ അതിനുള്ള തുക കണ്ടെത്തണം. 2 മക്കളുണ്ട്, അവർക്കുള്ള പഠന ചെലവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരുടെ മറ്റു ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. ഈ മറ്റു 3 പേരും അടങ്ങിയ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതലയും കൂടി ഉള്ള ഒരാളാണ് ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ. സുരേഷ് മാത്രമാണ് ആ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. ഭാര്യ പറഞ്ഞതുപോലെ സുഖമില്ലാത്ത ആളാണ്, വൃക്കരോഗിയാണ്. അത്തരം ട്രീറ്റ്മെന്റുകൾ നടന്നു വരുന്ന ആളാണ്. ഈ ഒരു അവസ്ഥയിൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ 4 വർഷവും ഇങ്ങനെ തന്നെ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടും അത് ദേഹോപദ്രവത്തിലേക്ക് മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ക്ഷമിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ
ഇന്നലെ ഉണ്ടായത് അത് ദേഹോപദ്രവത്തിലെത്തി, ബിയർ കുപ്പി എടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞു, അദ്ദേഹത്തിന് കയ്യിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് പരിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ ബിയർ വായ്ക്കുള്ളിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മനുഷ്യനോട് ചെയ്യാൻ ഏറ്റവും വലിയ ക്രൂരതയാണ് അത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ദേഹോപദ്രവത്തെക്കാൾ വലിയ ഇൻസൾട്ടിംഗ് ആണ് അദ്ദേഹത്തോട് കാണിച്ചത്. ഏത് തരം ലഹരിയുടെ അടിസ്ഥാനത്തിലായാലും തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ മദ്യം അല്ലെങ്കിൽ തുപ്പുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു പെരുമാറ്റം തന്നെയാണ് ഈ കടയുടമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിനു മുൻപും ഇതുപോലെയൊക്കെ ക്രൂരത ഈ കടയുടമ കാട്ടിയിരുന്നുവെന്ന് ഈ സുരേഷ് പറയുന്നുണ്ടല്ലോ. എന്താണ് അന്നൊന്നും ഇദ്ദേഹം പോലീസിനെ സമീപിച്ചിരുന്നില്ലേ ആജ്ഞ? അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം ആ സമയത്തൊന്നും ദേഹോപദ്രവം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന് ചീത്ത പറയും, കള്ളു കുടിച്ചിട്ട് വന്ന് ചീത്ത പറയും, അത് അതിന്റെ വഴിക്ക് പോകുമെന്നുള്ള ഒരു സാഹചര്യം. ഈ മദ്യലഹരിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമായിട്ടാണ് അതിനെ സുരേഷും ഫാമിലിയും കണ്ടിരുന്നത്. ഇതിന് ആൾക്കാരൊക്കെ സാക്ഷികളാണ്. പക്ഷെ അവരാരും നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നൊരു കാര്യം കൂടി. കാരണം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സമീപത്തുള്ള കടകളിലുള്ള ആളുകൾക്കെല്ലാം ഇതറിയാം. ഈ ദൃശ്യങ്ങളെല്ലാം അവർ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ട ദൃശ്യങ്ങളെല്ലാം അവർ കണ്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ ആ സമീപത്തുണ്ടായിരുന്നത് അതിഥി തൊഴിലാളികളായിരുന്നു. അവർക്ക് അതുകൊണ്ട് അത് റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൊക്കെ അവർ മാറട്ടെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സമീപത്തുള്ള കടലിലുള്ള ആളുകൾ പോലും ഇതുമായി ഈ ബന്ധത്തിൽ ഈ ഒരു വിഷയത്തിൽമായി ബന്ധപ്പെട്ട് അവർ റിയാക്ട് ചെയ്തില്ല എന്നൊരു കാര്യം കൂടി അത് അങ്ങേറ്റം ദുഃഖകരമായിട്ട് തോന്നി. കാരണം അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിന്റെ കാല് പൂർണ്ണമായിട്ടും ഇല്ല. അദ്ദേഹം മുച്ചക്രവാഹനത്തിൽ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ യാത്ര ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിൽ തന്നെയാണ്. അതായത് എവിടെ പോകണമെങ്കിലും അദ്ദേഹത്തിന് അവയവം പോലെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമായിട്ടാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് തന്നെ. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ ഒരു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ആരോഗ്യമുള്ള ഒരാളോട് ഇയാൾ ഇത് കാണിക്കുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പം ഇത് വലിയ തർക്കത്തിലേക്ക് അതല്ലെങ്കിൽ ഇത്തരം നമുക്കറിയാം ഇങ്ങനെ മദ്യലഹരിയിൽ ഉണ്ടാകുന്ന ഇത്തരം അപമാനങ്ങളാണ് വലിയ തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ ചെന്നെത്തുന്നത്. പക്ഷെ സുരേഷ് ഒരു ദുർബലനായ ആളായതുകൊണ്ടും അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള സാധ്യതയില്ല, അല്ല ഈ ശാരീരികമായി പ്രതിരോധിക്കാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ബിയർ കുപ്പി എടുത്തെറിയുകയും ബിയർ വായ്ക്കുള്ളിലാക്കിയിട്ട് തുപ്പുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അത് അദ്ദേഹത്തിന് ഭയങ്കര ആത്മാഭിമാനത്തെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ അത്താണിയിലാണ് ഒരു മീൻ കച്ചവടക്കാരനായ ഭിന്നശേഷിക്കാരനോട് കടയുടമയുടെ ഭാഗത്തുനിന്നും ക്രൂരമായ പെരുമാറ്റം ഉണ്ടായത്. സംഭവത്തിൽ ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങി. വാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ.